പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. എല്ലാവരും നമ്മുടെ മെറ്റീരിയലിലെ ഗൈഡിലെ 99-ാമത്തെ പേജ് എടുക്കുക. അതിൽ 8ാമത്തെ ക്വസ്റ്റ്യനാണ് ഇനി പറയുന്നത്. എക്സാമിൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അണ്ടർ ഡൽഹി സുൽത്താനേറ്റ്. ഡൽഹി സുൽത്താനേറ്റിന് കീഴിലെ ഭരണ സമ്പ്രദായത്തെ വിലയിരുത്തുക. ഡൽഹി സുൽത്താൻമാരുടെ കീഴിൽ വളരെ ചിട്ടയായ രീതിയിലുള്ള ഭരണ സംവിധാനമാണ് നടപ്പിലാക്കിയിരുന്നത്. ഭരണ സംവിധാനം എന്ന് പറയുന്നത് കേന്ദ്ര ബിന്ദു സുൽത്താനായിരുന്നു. അതായത് ഭരണത്തിൻ്റെ പരമോന്നതകാരി സുൽത്താനായിരുന്നു. സുൽത്താനെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് സുൽത്താൻ്റെ കീഴ്ഘടകമായിട്ട് പ്രഭുക്കന്മാർ ഉണ്ടായിരുന്നു. സുൽത്താൻ്റെ കീഴിൽ പ്രഭുക്കന്മാർ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ താഴെ സുൽത്താനെ ഭരണകാര്യങ്ങളിൽ സഹായിക്കുവാൻ വേണ്ടിയിട്ട് മന്ത്രിമാരും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒന്നാമത്തത് സുൽത്താൻ്റെ താഴെ പ്രഭുക്കന്മാർ, അവരുടെ താഴെ മന്ത്രിമാർ. ഈ ഒരു സ്ട്രക്ചറാണ് ഡൽഹി സുൽത്താൻമാരുടെ കീഴിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഇനി മറ്റൊരു പ്രത്യേകത, മന്ത്രിമാരെ നിയമിച്ചിരുന്നത് സുൽത്താനാണ് മന്ത്രിമാരെ നിയമിച്ചിരുന്നത്. ഇനി ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എല്ലാവരും 100ാമത്തെ പേജ് എടുക്കൂട്ടാ. ഈ ഒരു ഭാഗത്ത് നിന്ന് 1 മാർക്കിനുള്ള ധാരാളം ക്വസ്റ്റ്യൻസുകൾ വരും. അതായത് നമുക്ക് ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസാണ് 20 മാർക്കിൻ്റെ. ഓരോ മാർക്ക് വെച്ചിട്ട് 20 ക്വസ്റ്റ്യനാണ് ഉണ്ടാകുക. ആ ഭാഗത്ത് ഉള്ള ക്വസ്റ്റ്യൻസ് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് നിന്ന് ധാരാളമായിട്ട് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗം വളരെ ശ്രദ്ധയോടുകൂടെ നോക്കുക, റിപ്പീറ്റായിട്ട് നോക്കുകയും ചെയ്യുക. 100ാമത്തെ പേജിൽ ഇനി 1ാമത്തെ ഡിപ്പാർട്ട്മെൻറ്റാണ് ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ്, ധനകാര്യം. സുൽത്താൻ കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു വാസിർ എന്ന് പറയുന്നത്. അതായത് ധനകാര്യ ഉദ്യോഗസ്ഥന് പറയുന്ന പേരാണ് വാസിർ. 1 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് കേട്ടോ. ധനകാര്യ ഉദ്യോഗസ്ഥന് പറയുന്ന പേരെന്താണ്? വാസിർ. ഇനി ധനകാര്യ വകുപ്പിനെ അറിയപ്പെടുന്നത് ദിവാൻ ഇ വിസാറത്ത്. ധനകാര്യ വകുപ്പ് ഏതാണ്? ദിവാൻ ഇ വിസാറത്ത്. ദിവാൻ ഇ വിസാറത്ത് എന്ന് പറഞ്ഞാൽ ധനകാര്യ വകുപ്പ്. സുൽത്താനേറ്റിലെ എല്ലാ ധനകാര്യത്തിൻ്റെയും ചുമതല വഹിച്ചിരുന്നത് ആരായിരുന്നു? വാസിറായിരുന്നു വഹിച്ചിരുന്നത്. ഇനി 2ാമത്തത് സൈനിക വകുപ്പ്. സൈനിക വകുപ്പ്. അതായത് ദിവാൻ ഇ ആരിസ് എന്ന പേരിലാണ് സൈനിക വകുപ്പ് അറിയപ്പെട്ടിരുന്നത്. സൈനിക വകുപ്പ് അറിയപ്പെട്ടിരുന്നത് ദിവാൻ ഇ ആരിസ് എന്നായിരുന്നു. ഇനി സൈനിക വകുപ്പിൻ്റെ തലവൻ ആരിസ് ഇ മാലിക്. ആരിസ് ഇ മാലിക്കാണ് സൈനിക വകുപ്പിൻ്റെ തലവൻ. ഈ സൈനിക വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ സൈനികരുടെ നിയമനം, സൈനികരുടെ വേതനം നൽകുക, അവർക്കുള്ള കൂലി ശമ്പളം നൽകുക, ഇവയാണ് പ്രത്യേകമാക്കപ്പെട്ട ചുമതലകൾ. ഇനി ഈ ഒരു സൈനിക വകുപ്പ് ഉണ്ടാക്കിയത് ഡൽഹി സുൽത്താനായിരുന്ന ബാൽബനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ വകുപ്പ് കൊണ്ടുവന്നത് ആരാണ്? ബാൽബനായിരുന്നു. പിന്നെ ഇദ്ദേഹം ചെയ്ത മറ്റൊരു പ്രവൃത്തി, ഗുണനിലവാരം കുറഞ്ഞ കുതിരകളെ ഹാജരാക്കുന്നത് തടയുവാൻ വേണ്ടിയിട്ട് കുതിരകൾക്ക് ചാപ്പ കുത്തിയിരുന്നു. ചാപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുദ്ര എന്നർത്ഥം. അപ്പോൾ മോശപ്പെട്ട കുതിരകളാണെങ്കിൽ അതിന് മുദ്ര കുത്തും. അതാകുമ്പോൾ പിന്നീട് ഹാജരാക്കാൻ സാധിക്കില്ല. അതിന് ഈ കുതിരകൾക്ക് ഈ കാലഘട്ടങ്ങളിൽ വളരെ പ്രത്യേകത ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? അതായത് സൈന്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് കുതിരകളായിരുന്നു. നല്ല ശക്തിയുള്ള കുതിരകൾ സൈനികത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു. അപ്പോൾ ഈ കുതിരകൾക്കുള്ള ഭക്ഷണം, മറ്റ് കാര്യങ്ങളൊക്കെ നൽകിയിരുന്നത് ഈ സൈനിക ചെലവിൽ പെടും. അപ്പോൾ ഇങ്ങനെ കുതിരകൾ ഹാജരാക്കി കഴിഞ്ഞാൽ ആ കുതിരകൾക്കുള്ള ചെലവിനുള്ളത് ആ കുതിരയുടെ ഉടമസ്ഥന് അല്ലെങ്കിൽ ആ സൈനികന് നൽകുകയുള്ളൂ. ഇങ്ങനെ മോശപ്പെട്ട കുതിരകളെ ഹാജരാക്കിയിട്ട് അതിനുള്ള ചെലവ് വാങ്ങുകയും
അത് മറ്റൊരു രീതിയിൽ ഉപയോഗിക്കുന്ന സംവിധാനവും ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതില്ലാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് കുതിരകളെ ഹാജരാക്കുന്ന സമയത്ത് അതിന് ചാപ്പ കുത്തുന്നത്. ഇനി അടുത്തത്, പട്ടാളക്കാരുടെ പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ ഒരു പട്ടിക ഈ സൈനിക തലവൻ തയ്യാറാക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രധാനപ്പെട്ട ചുമതലകൾ സൈനികരുടെ നിയമനം, അവർക്കുള്ള വേതനം വിഹിതം നൽകുക, ശമ്പളം നൽകുക. മറ്റൊന്ന് സൈനികരിൽപ്പെട്ട ആളുകളുടെ വിവരങ്ങൾ എഴുതി സൂക്ഷിക്കുക. അതും ഈ സൈനിക തലവൻ്റെ ചുമതലയിൽപ്പെട്ടതാണ്. ഇനി മറ്റൊരു കാര്യം, സേനാ നായകൻ സുൽത്താൻ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ സൈനികൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ വരുമല്ലോ, ആ ജോലി അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം ലഭിച്ചിരുന്നത് സുൽത്താൻക്കായിരുന്നു. സേനാനായകൻ സുൽത്താനായിരുന്നു. ഇനി അടുത്തൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ദിവാൻ ഇ ഇൻഷ. അതായത് സർക്കാരിൻ്റെ എഴുത്തുകുത്തുകൾ നടത്തുന്ന വിഭാഗമാണ് ദിവാൻ ഇ ഇൻഷ. ഇതൊക്കെ ഓർത്തു വെക്കണം കേട്ടോ, ഒരു മാർക്കിന് ഓപ്ഷണലായിട്ട് ചോദിക്കുന്നതാണ്. സർക്കാരിൻ്റെ എഴുത്തുകുത്തുകൾ നടത്തുന്ന വിഭാഗത്തിന് എന്ത് പറയുന്നു? ദിവാൻ ഇ ഇൻഷ എന്ന് പറയുന്നു. ഈ വകുപ്പിൻ്റെ തലവന് ദബീർ ഇ മാലിക് എന്നാണ് പറയുക. ദബീർ ഇ മാലിക് എന്നാണ് അറിയപ്പെടുക. ഇദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് സുൽത്താനും മറ്റ് രാജ്യങ്ങളിലെ ഭരണാധികാരികളും അതുപോലെ തന്നെ സുൽത്താനും രാജ്യത്തെ മറ്റു പ്രധാന ഉദ്യോഗസ്ഥരും തമ്മിലുള്ള എഴുത്തുകുത്തുകൾ നടത്തുക, എഴുത്തുകുത്തുകൾക്ക് മേൽനോട്ടം വഹിക്കുക. അതായത് സുൽത്താൻ ആരെല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടോ, ഒന്നുകിൽ ആ രാജ്യത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരായിരിക്കും, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ തമ്മിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ ബന്ധപ്പെടുന്ന ആളുകൾക്കുള്ള പ്രധാനപ്പെട്ട എഴുത്തുകുത്തുകൾ മേൽനോട്ടം വഹിക്കുക എന്നുള്ളതാണ് ദിവാൻ ഇ ഇൻഷയിൽ വരുന്നത്. ഇനി അടുത്തതാണ് ദിവാൻ ഇ റിസാലത്ത്. അതായത് മതപരമായ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് ദിവാൻ ഇ റിസാലത്ത് എന്ന് പറയുന്നത്. ദിവാൻ ഇ റിസാലത്ത് എന്ന് പറഞ്ഞാൽ മതപരമായ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ദിവാൻ ഇ റിസാലത്ത്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട തലവൻ ചീഫ് കാസി അല്ലെങ്കിൽ പ്രധാന കാസിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വകുപ്പ് തലവൻ. ഇനി മറ്റുള്ള വകുപ്പുകൾ, കൊട്ടാരം കാര്യങ്ങളുടെ ചുമതല വഹിച്ചിരുന്ന ആളാണ് വക്കീൽ ഇ ദാർ. നമ്മൾ കാര്യസ്ഥൻ എന്നൊക്കെ പറയാമല്ലോ, കൊട്ടാരത്തിൻ്റെ കാര്യങ്ങളുടെ ചുമതല വഹിച്ചിരുന്ന ആളാണ് വക്കീൽ ഇ ദാർ എന്ന് പറയുന്നത്. ഇനി ഈ ഡൽഹി സുൽത്താൻമാർ ചെയ്തിരുന്ന മറ്റൊരു കാര്യം, രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്ത് നിന്ന് രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുവാൻ വേണ്ടിയിട്ട് സുൽത്താൻമാർ ചാരന്മാരെ നിയമിച്ചിരുന്നു. അതായത് ഇപ്പോഴും ഉണ്ട്, മുൻകാലഘട്ടങ്ങളിലും ചാരന്മാരുണ്ടായിരുന്നു. മറ്റുള്ള രാജ്യങ്ങളുടെ രഹസ്യങ്ങൾ ചോർത്തുവാൻ വേണ്ടിയിട്ട് ചാരന്മാരെ നിയമിച്ചിരുന്നു. ഈ വകുപ്പിനെ ബാരിറ്റുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ചാരന്മാരെ അറിയപ്പെട്ടിരുന്നത് ബാരിറ്റുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി മറ്റൊന്നാണ്, രാജകൊട്ടാരങ്ങളിലെ ചടങ്ങുകളുടെ ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ അമീർ ഇ ഹജീബ്. നമ്മളെന്തെങ്കിലും പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമല്ലോ, അതുപോലെ രാജകൊട്ടാരത്തിലെ ചടങ്ങുകളുടെ ചുമതലയുള്ളത് അമീർ ഇ ഹജീബ് ആയിരുന്നു. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും അതിനെ അറിയപ്പെട്ടിരുന്ന പേരുകളും അതിൻ്റെ തലവന്മാരും പറഞ്ഞിരുന്നത്. ഇനി അടുത്തതാണ് കാർഖാനകൾ. 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കാർഖാനകൾ. അതായത് കൊട്ടാരത്തിലേക്കുള്ള സാധനങ്ങൾ നിർമ്മിക്കുക, ശേഖരിക്കുക, ഇതിനുള്ള സ്ഥലമാണ് കാർഖാനകൾ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കൊട്ടാരത്തിലേക്കുള്ള സാധനങ്ങൾ നിർമ്മിക്കുന്നതിനും ശേഖരിക്കുന്നതിനുമുള്ള സ്ഥലമാണ് കാർഖാനകൾ എന്നറിയപ്പെടുന്നത്. ഈ കാർഖാനകളെ 2ആയി തരംതിരിച്ചിരുന്നു. ഒന്നാമത്തത് നിർമ്മാണശാലകൾ, രണ്ടാമത്തത് സ്റ്റോറുകൾ. നിർമ്മാണശാലകൾ, സ്റ്റോറുകൾ. കാർഖാനകൾ ഒരു പ്രഭുവിൻ്റെ കീഴിലായിരുന്നു.
മാത്രമല്ല കാർഖാനകൾക്ക് പ്രത്യേകമായി ദിവാൻ ഉണ്ടായിരുന്നു. ദിവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മേൽനോട്ടക്കാരൻ, ഉന്നത സ്ഥാനം, വകുപ്പ് തലവനായിട്ട് ഒരു ദിവാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാർഖാനകൾക്ക് ഇത്രത്തോളം പ്രത്യേകത വരുവാനുള്ള കാരണം എന്താണ്? ഒന്നാമത്തത് നിർമ്മാണശാലകളാണ്. ഇപ്പോൾ കൊട്ടാരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിലപിടിപ്പുള്ള സാധനങ്ങളായിരിക്കും. സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും മുത്ത്, പവിഴം തുടങ്ങിയ ആ രാജ്യത്തിലെ തന്നെ ഏറ്റവും വലിയ വിലപിടിപ്പുള്ള സാധനങ്ങളായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക, ഈ നിർമ്മാണശാലകളിൽ ഉണ്ടായിരിക്കുക. ഇനി അതുപോലെ നിർമ്മിച്ച സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്റ്റോറുകൾ ഇവിടെയൊക്കെ ഉണ്ടായിരിക്കുക വലിയ മൂല്യമുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ളതിൻ്റെ കണക്കുകൾ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുവാൻ പ്രത്യേകമാക്കപ്പെട്ട ദിവാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കാർഖാനകൾ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ താഴെ പ്രാദേശിക ഭരണത്തെക്കുറിച്ച് ഒരു ഫ്ലോ ചാർട്ട് കൊടുക്കുന്നുണ്ട്. 101 പേജിൽ. അതായത് ഏറ്റവും ടോപ്പിൽ സാമ്രാജ്യം അല്ലേ, നമ്മൾ മൊത്തം നോക്കുകയാണെങ്കിൽ ഡൽഹി സുൽത്താൻമാരുടെ സാമ്രാജ്യത്തിനെ ഇക്തകളാക്കി തരംതിരിച്ചിരുന്നു. ഇക്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേരിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 2-3 സംസ്ഥാനങ്ങളൊക്കെ ചേർന്ന് കഴിഞ്ഞാലുള്ള ഭാഗത്തിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ഇക്തകൾ എന്ന് പറയുന്നത്. ഇക്തകൾ, അതായത് ഇക്തകളുടെ ഭരണാധികാരി ഗവർണറായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് സംസ്ഥാനങ്ങളുടെ ഭരണാധികാരി ആരാണ്? ഗവർണറായിരുന്നല്ലോ. അതേപോലെ ഇക്തകളുടെ ഭരണാധികാരി ഗവർണർ അല്ലെങ്കിൽ വാലികൾ എന്ന് പറയും. വാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധികാരം നൽകിയ വ്യക്തി എന്നാണ് അർത്ഥം. വാലികൾ അല്ലെങ്കിൽ ഗവർണർ. രണ്ടാമത്തത് ഷിക്കുകൾ. നമ്മൾ ഇക്തകളെ വീണ്ടും ഷിക്കുകളാക്കി തരംതിരിക്കുന്നു. ഷിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഓരോ സംസ്ഥാനങ്ങൾ ഇപ്പോൾ ഓരോ ജില്ലകളുണ്ടല്ലോ, അപ്പോൾ 2-3 ജില്ലകളൊക്കെ ചേർന്നതായിരിക്കും ഷിക്കുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഷിക്കുകൾ. അപ്പോൾ ഷിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിക്കുകളുടെ തലവനാരാണ്? ഷിക്ദാർ. ഷിക്ദാരൻ, ഒന്നെങ്കിൽ ഷിക്ദാർ അല്ലെങ്കിൽ ഷിക്ദാരൻ എന്ന് പറയും. ഇനി നമ്മൾ ജില്ലകളെ വീണ്ടും തരംതിരിക്കുമല്ലോ, ഒന്നുകിൽ മണ്ഡലങ്ങളോ അല്ലെങ്കിൽ നമ്മൾ പാർലമെൻറ്റ് മണ്ഡലങ്ങൾ എന്നൊക്കെ പറയാമല്ലോ. അങ്ങനെയൊക്കെ തരംതിരിക്കുന്നതാണ് പർഗാനകൾ എന്ന് പറയുന്നത്. പർഗാനകൾ. അത് അമീലായിരുന്നു പർഗാനയുടെ തലവൻ. അമീൽ കേട്ടോ, അമീൽ. ഇനി ഇതിനെ നമ്മൾ വീണ്ടും തിരിക്കുകയാണ് ഗ്രാമങ്ങൾ. അപ്പോൾ നമ്മൾ മണ്ഡലങ്ങളെ വീണ്ടും തരംതിരിക്കുമ്പോൾ ഗ്രാമങ്ങൾ, അത് പിന്നെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഗ്രാമങ്ങൾ ഭരണത്തിന് ഏറ്റവും താഴെ തട്ടിലുള്ളതാണ് ഗ്രാമങ്ങൾ എന്ന് പറയുന്നത്. ഗ്രാമത്തലവൻ, ഗ്രാമങ്ങളുടെ ഭരണാധികാരി ആരാണ്? ഗ്രാമത്തലവനാണ്. അല്ലെങ്കിൽ പട്വാരി, 1 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് പട്വാരി. പട്വാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി സുൽത്താൻമാരുടെ കാലഘട്ടങ്ങളിൽ ഗ്രാമങ്ങളുടെ തലവനെയാണെന്ന് പറയുന്നത് പട്വാരി, അല്ലെങ്കിൽ ഗ്രാമത്തിൻ്റെ ഭരണാധികാരിയാണെന്ന് പറയുന്നത് പട്വാരി എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഗ്രാമഭരണം അല്ലെങ്കിൽ തദ്ദേശീയ ഭരണം. ഇവിടെ ഗ്രാമ സംവിധാനത്തിൽ ഏറ്റവും ചെറിയ ഘടകങ്ങളായിരുന്നു ഗ്രാമീണ ഭരണം അല്ലെങ്കിൽ തദ്ദേശീയ ഭരണം. ഗ്രാമത്തലവനെ പറയുന്ന പേര് മുക്കാഡംസ്. മുക്കാഡംസ് എന്ന് പറഞ്ഞാൽ ഗ്രാമത്തലവനെ പറയുന്ന പേരാണെന്ത്? മുക്കാഡംസ്. ഇനി മറ്റൊന്ന് ഗ്രാമത്തിലെ കണക്കെഴുത്തുകാരൻ. ഗ്രാമത്തിലെ കണക്കുകൾ എഴുതി വെക്കുന്ന വ്യക്തിയെ പറയുന്ന പേരാണെന്ത്? പട്വാരി എന്ന് പറയുന്നത്. അതായത് ഗ്രാമവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പട്വാരി. ഗ്രാമത്തിലെ കണക്കെഴുത്തുകാരൻ പട്വാരി. ഇനി ഗ്രാമത്തിലെ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതല കോത്വാളിനായിരുന്നു. അതായത് ക്രമസമാധാന പാലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പോലീസ് അല്ലേ, പോലീസ് പട്ടാളം എന്നൊക്കെ പറയാമല്ലോ. അപ്പോൾ ഇങ്ങനെ ഗ്രാമത്തിലെ പോലീസിൻ്റെ ചുമതല ആർക്കായിരുന്നു? അല്ലെങ്കിൽ സമാധാനം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനെ തടയുന്നത് ആരായിരുന്നു? കോത്വാളായിരുന്നു. ഇപ്പോൾ 3 മുക്കാഡംസ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മുക്കാഡംസ് എന്ന് പറഞ്ഞാൽ ഗ്രാമത്തലവൻ, പട്വാരി എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിലെ കണക്കെഴുത്തുകാരൻ, കോത്വാൾ എന്ന് പറഞ്ഞാൽ ക്രമസമാധാനത്തിൻ്റെ ചുമതല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡൽഹി സുൽത്താൻമാരുടെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്.
അതിന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് 102 പേജിൽ അനലൈസ് ദ റീസൺ ഫോർ ദ ഡിക്ലൈൻ ഓഫ് ഡൽഹി സുൽത്താനേറ്റ്. ഡൽഹി സുൽത്താനേറ്റിൻ്റെ പരാജയത്തിനുള്ള കാരണങ്ങൾ 102 പേജിൽ കേട്ടോ. ഡൽഹി സുൽത്താനേറ്റിൻ്റെ പ്രധാനമായിട്ടും 5 കാരണങ്ങളാണ് ഡൽഹി സുൽത്താൻമാരുടെ പതനത്തിനുള്ള കാരണങ്ങൾ പറയുന്നത്. അതിലൊന്നാമത്തത് 1395 തിമൂറിൻ്റെ ആക്രമണമായിരുന്നു. തിമൂറിൻ്റെ ആക്രമണം, അതായത് ഇതിനെക്കുറിച്ച് നമ്മൾ ശേഷം വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഒരു 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ് തിമൂറിൻ്റെ ആക്രമണം. അപ്പോൾ ഒന്നാമത്തത് 1395 തിമൂറിൻ്റെ ആക്രമണം. ഡൽഹി സുൽത്താനേറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നു തിമൂറിൻ്റെ ആക്രമണം. അതായത് ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങൾ പിടിച്ചടക്കിയ ശേഷം തിമൂർ ഡൽഹിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും 10,000-കണക്കിന് ആളുകളെ അദ്ദേഹം കൊന്നൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് തിമൂറിൻ്റെ ആക്രമണം. രണ്ടാമത്തത് സുൽത്താനേറ്റിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് രാജാവും പ്രഭുക്കന്മാരിൽ തമ്മിൽ പ്രശ്നങ്ങൾ, അതുപോലെ പ്രാദേശിക ഭരണാധികാരികളും ജമീന്ദർമാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ. പ്രാദേശിക ഭരണാധികാരികൾ, ജമീന്ദർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി കൈവശം വെച്ച അല്ലെങ്കിൽ ഭൂമിയുടെ ഉടമസ്ഥന്മാരായിട്ടുള്ള ആളുകൾ, ഇവരും തമ്മിൽ സംഘർഷങ്ങൾ പതിവായിരുന്നു. ഇതെല്ലാം ഡൽഹി സുൽത്താൻമാരുടെ പതനത്തിന് കാരണമായിട്ടുണ്ട്. അതുപോലെ മൂന്നാമത്തെ ഒരു കാരണം, ശക്തരും ദുരാഗ്രഹികളുമായ പ്രഭുക്കളെ നിയന്ത്രിക്കുവാൻ ഒരു സുൽത്താനും കഴിഞ്ഞില്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സുൽത്താൻമാരും പ്രഭുക്കന്മാരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പ്രഭുക്കന്മാരായ ആളുകൾ സമ്പത്ത് കൊണ്ട് അവർ ദുരാഗ്രഹികളായിട്ട് മാറി. വലിയ ധാരാളം സമ്പത്ത് ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും പ്രഭുക്കന്മാരെ നിയന്ത്രിക്കുവാൻ സുൽത്താൻമാർക്ക് സാധിച്ചിരുന്നില്ല. ഇത് സുൽത്താൻമാരുടെ പതനത്തിന് കാരണമായിട്ടുണ്ട്. മറ്റൊന്ന് സുൽത്താൻമാരുടെ സൈന്യത്തിലെ പ്രശ്നങ്ങളായിരുന്നു. അതായത് ഈ സൈന്യത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ടായിരുന്നു. രജപുത്രന്മാർ, ജാടുകൾ, മംഗോളിയർ, ഹിന്ദുക്കൾ, ഇസ്ലാം മതക്കാർ തുടങ്ങിയ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ പരസ്പരം ഐക്യം ഉണ്ടായിരുന്നില്ല. ഐക്യം കെട്ടുറപ്പും നഷ്ടപ്പെട്ടു പോയി. ഇതും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സുൽത്താൻമാരുടെ സൈന്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈന്യത്തിൻ്റെ ഐക്യവും കെട്ടുറപ്പും നഷ്ടപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു, ഡൽഹി സുൽത്താൻമാരുടെ പതനത്തിന് കാരണമായിട്ടുണ്ട്. ഇനി 5-മത്തെ കാര്യം പിന്തുടർച്ച സംബന്ധിച്ച പ്രശ്നങ്ങളായിരുന്നു. 5-മത്തത് പിന്തുടർച്ച സംബന്ധിച്ച പ്രശ്നങ്ങളായിരുന്നു. അതായത് ഡൽഹി സുൽത്താൻമാരുടെ കഴിവുകേട്, സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി, ദേശീയ അവബോധമില്ലായ്മ തുടങ്ങിയ കാര്യങ്ങളും സുൽത്താൻമാരുടെ പതനത്തിന് കാരണമായിട്ടുണ്ട്. അതായത് ഇവർ പിന്തുടർച്ച അവകാശവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സുൽത്താൻമാർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മക്കൾക്കാണ് ലഭിക്കുന്നത്. പക്ഷേ പലപ്പോഴും ഇവരുടെ കൂടെ നിന്ന പല കഴിവുറ്റ സൈനിക നേതാക്കന്മാർക്കും ഈ ഭരണം കിട്ടാത്ത സാഹചര്യങ്ങൾ വന്നപ്പോൾ അത് സുൽത്താൻമാരും അവരും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായി. പിന്നെ മാത്രമല്ല സുൽത്താൻമാരുടെ മക്കൾ തമ്മിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ തുടങ്ങി. പിന്നെ ഇവരെ കീഴടക്കിയ പ്രദേശങ്ങൾ, അതിൻ്റെ അതിർത്തികളെ വളരെ കൃത്യമായി കൊണ്ടു നടത്തുന്നതിൽ ഇവർ പരാജിതരായിരുന്നു. അതായത് നമ്മൾ പ്രദേശങ്ങൾ കീഴടക്കി കഴിഞ്ഞാൽ അതിനെ സുരക്ഷിതമായി സംരക്ഷിച്ചു പോന്നിട്ടില്ല എങ്കിൽ ഈ അതിർത്തികൾ പല രാജാക്കന്മാരും അല്ലെങ്കിൽ അവരുടെ പരിസരത്തുള്ള രാജാക്കന്മാർ ഈ ഭാഗങ്ങൾ കീഴടക്കുകയും അവർ തിരിച്ചു പിടിക്കുന്ന സാഹചര്യവും ഉണ്ടാകും. ഇങ്ങനെ പല പ്രദേശങ്ങളും, ഇവർ കീഴടക്കിയ പല പ്രദേശങ്ങളും മറ്റുള്ള രാജാക്കന്മാർ തിരിച്ചു പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടെല്ലാമാണ് ഡൽഹി സുൽത്താൻമാരുടെ പരാജയത്തിന് കാരണങ്ങൾ ഉണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് റൈറ്റ് എ നോട്ട് ഓൺ സുൽത്താന റസിയ. സുൽത്താന റസിയെക്കുറിച്ച് ഒരു ചെറു വിവരണം എഴുതുക. അതായത് ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ച ഏക മുസ്ലിം വനിതയാണ് സുൽത്താന റസിയ.
അതായത് ഇൽത്തുമിഷിൻ്റെ മകളാണ് സുൽത്താന റസിയ. ഇൽത്തുമിഷിന് മകളെ കൂടാതെ 2 ആൺമക്കളുണ്ടായിരുന്നു. പക്ഷേ അവർ ഭരണകാര്യങ്ങളിൽ അത്രത്തോളം ശക്തരായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ആൺമക്കളെ ഏൽപ്പിക്കാണ്ട് ഇൽത്തുമിഷ് ഭരണാധികാരം ആരെ ഏൽപ്പിച്ചത്? സുൽത്താന റസിയയെ ഏൽപ്പിച്ചത്. ആ കാലഘട്ടങ്ങളിലൊന്നും അതുവരെ ഒരു സ്ത്രീ അല്ലെങ്കിൽ വനിത ഈ സ്ഥിരാകേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ ഭരണകാര്യങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഇതുകൊണ്ട് തന്നെ പല ആളുകളും ഇതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. പ്രഭുക്കന്മാർ പലപ്പോഴും ഇൽത്തുമിഷും പ്രഭുക്കന്മാരും തമ്മിൽ നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇൽത്തുമിഷിൻ്റെ ഭരണത്തിന് ശേഷം സുൽത്താന റസിയ ഭരിക്കുന്ന സമയത്തൊക്കെ ഇവർ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുകയും അവർക്ക് അനുകൂലമായി നിൽക്കുന്ന സുൽത്താന്മാരെ അവർ ഭരണത്തിൽ നിലനിർത്തുകയും ചെയ്തിരുന്നു. അതിനെക്കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. സുൽത്താന റസിയയെക്കുറിച്ചൊരു ചെറു വിവരണം നൽകുക. 102-ാമത്തെ പേജിൽ. ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ച ഏക മുസ്ലിം വനിതയായിരുന്നു സുൽത്താന റസിയ. ഇൽത്തുമിഷിൻ്റെ മരണത്തെ തുടർന്ന് ഏതാണ്ട് ഒരു ദശകം ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ അസ്ഥിരതയാണ് നിലനിന്നിരുന്നത്. അതായത് ഒരു സ്ഥിരമായിട്ടുള്ള സുൽത്താനേറ്റ് ഭരണം ഉണ്ടായിരുന്നില്ല. അതിനുള്ളൊരു കാരണം ഇൽത്തുമിഷിൻ്റെ പിന്തുടർച്ചാവകാശത്തെക്കുറിച്ച് ഒരു വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. ഇൽത്തുമിഷിൻ്റെ അവസാന നാളുകളിൽ തന്നെ അടുത്ത സുൽത്താൻ ആരായിരിക്കണം എന്നതിനെക്കുറിച്ച് അദ്ദേഹം അസ്വസ്ഥനായിരുന്നു. കാരണം തൻ്റെ പുത്രന്മാർ കഴിവില്ലാത്തവരാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം മകളായിരുന്ന റസിയയെ ആണ് ഈ സുൽത്താനേറ്റ് ഭരണം ഏൽപ്പിക്കുന്നത്. പിന്തുടർച്ചാവകാശിയായി നിശ്ചയിക്കുന്നത് ആരെയാണ്? സുൽത്താന റസിയയെ ആണ്. ഇങ്ങനെ ഇവർ അധികാരത്തിലെത്തിയപ്പോൾ റസിയക്ക് അവരുടെ സഹോദരന്മാരോടും പ്രഭുക്കന്മാരോടും മത്സരിക്കേണ്ടി വന്നു. അതായത് പിന്നീട് റസിയയെ ഈ 2 സഹോദരന്മാർ കൂടി ആക്രമിക്കുന്നുണ്ട്. ഈ ആൺമക്കൾക്ക് പ്രഭുക്കന്മാരുടെ സപ്പോർട്ട് നൽകുന്നുണ്ട്. അങ്ങനെ 40 അംഗം അഥവാ ചകൽഗാനി എന്നറിയപ്പെടുന്ന തുർക്കി പ്രഭുക്കന്മാരും രാജാധികാരവും തമ്മിലുള്ള സംഘട്ടനത്തിന് റസിയയുടെ ഭരണകാലം സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഡൽഹി സുൽത്താനേറ്റിലെ തന്നെ വളരെ സംഘർഷഭരിതമായൊരു കാലഘട്ടമായിരുന്നു സുൽത്താന റസിയ ഭരണത്തിലേറിയ കാലഘട്ടം. ഇങ്ങനെ ഈ സുൽത്താന റസിയയെ തുറങ്കിലടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രത്യേകമായിട്ടും ഇവർക്ക് പ്രഭുക്കന്മാർക്ക് അനുകൂലമായി നിൽക്കാത്തത് കൊണ്ട് തന്നെ പ്രഭുക്കന്മാരിൽ നിന്നും വളരെയധികം ശക്തമായ രീതിയിലുള്ള എതിർപ്പ് ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. അവസാനം ഇൽത്തുമിഷ് പ്രഭുക്കന്മാരെ വളരെ ആദരിച്ചിരുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അഹങ്കാരികളായിട്ടുള്ള പ്രഭുക്കന്മാർ തങ്ങളുടെ വരുതിയിൽ നിൽക്കുന്ന, അതായത് അവർക്ക് സപ്പോർട്ടിംഗായിട്ട് നിൽക്കുന്ന ആളുകളെ മാത്രമേ ഭരണാധികാരികളാക്കുവാൻ ശ്രമിച്ചിരുന്നുള്ളൂ. ചുരുക്കത്തിൽ ഇൽത്തുമിഷിൻ്റെ മകളായിരുന്നു റസിയ സുൽത്താന അല്ലെങ്കിൽ സുൽത്താന റസിയ. ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ച ഏക മുസ്ലിം വനിതയാണ് സുൽത്താന റസിയ. ഇനി ഡൽഹി സുൽത്താനേറ്റിലെ മറ്റൊരു ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് ഗോറി. അദ്ദേഹത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പറയുന്നത്. 103-ാമത്തെ പേജ് നോക്കൂട്ടാ. 103-ാമത്തെ പേജ്. മുഹമ്മദ് ഗോറി 1173 ഗസ്നിയിൽ അധികാരത്തിൽ എത്തുന്നത്. 1173 തൻ്റെ അധികാരം വിപുലമാക്കുവാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം ധാരാളം നടത്തിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലെ പ്രദേശങ്ങൾ ആക്രമിക്കുകയും 1175 അദ്ദേഹം മുൾട്ടാൻ കീഴടക്കുകയും ചെയ്തിട്ടുണ്ട്. മുൾട്ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പാകിസ്ഥാൻ്റെ ഭാഗമാണ് കേട്ടോ. ആ പ്രദേശങ്ങൾ കീഴടക്കി. അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നത് ഗോമൻ ചുരത്തിലൂടെ, അതായത് അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഗോമൻ ചുരത്തിലൂടെയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നതും. എന്നിട്ട് അവിടെ നിന്ന്
താർ മരുഭൂമി കടന്നുകൊണ്ട് ഗുജറാത്ത് ആക്രമിക്കുവാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, അതായത് ഗുജറാത്തിലെ പ്രധാനപ്പെട്ട തുറമുഖം അത് കീഴടക്കുക അല്ലെങ്കിൽ അത് സ്വന്തമാക്കുക എന്നുള്ളതാണ് ഗുജറാത്ത് ആക്രമിക്കുന്നത് കൊണ്ടുള്ള ലക്ഷ്യം. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പഞ്ചാബിന് നേരെ ആക്രമണം നടത്തി. അതായത് മറ്റുള്ള നല്ല വരുമാനം ലഭിക്കുന്ന ഒരു ഭൂപ്രദേശമാണ് എവിടെയുള്ളത്, പഞ്ചാബിലുള്ളത്. അപ്പോൾ ആദ്യം ഗുജറാത്ത് ആക്രമിക്കുകയും അതിനുശേഷം പഞ്ചാബിനെതിരെ ആക്രമണം നടത്തുകയും ചെയ്തു. ഈ രണ്ട് പ്രദേശങ്ങളും അദ്ദേഹം കീഴടക്കി. അതിനുശേഷം പെഷവാർ പിടിച്ചെടുത്തു. പെഷവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പാകിസ്ഥാൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് പെഷവാർ. ഈ ഭാഗമെല്ലാം അദ്ദേഹം കീഴടക്കുകയും അദ്ദേഹത്തിൻ്റെ അധീനതയിൽ കൊണ്ടുവരികയും ചെയ്തു. ഇനി ഇദ്ദേഹം മുഹമ്മദ് ഗോറി ചൗഹാന്മാർക്കെതിരെ ഇന്ത്യയുടെ രാജ്യാതിർത്തിയിൽ വെച്ച് യുദ്ധം നടത്തുന്നുണ്ട്. അതായത് വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് നിന്ന്, ഇപ്പോൾ ഇന്നത്തെ രാജസ്ഥാനിലെ നമ്മൾ അജ്മീർ എന്നൊക്കെ പറയുമല്ലോ, അജ്മീർ, ഈ പ്രദേശങ്ങളിലെല്ലാം ഭരണം നടത്തിയിരുന്നത് ചൗഹാന്മാരായിരുന്നു. അദ്ദേഹത്തിനെതിരെ ഇദ്ദേഹം വലിയൊരു യുദ്ധം നടത്തുന്നുണ്ട്. അതിനെയാണ് തറൈൻ യുദ്ധം എന്ന് പറയുന്നത്. തറൈൻ യുദ്ധം, അതുപോലെ തന്നെ രണ്ടാം തറൈൻ യുദ്ധം. 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഒന്നാം തറൈൻ യുദ്ധത്തിനേക്കാൾ പ്രാധാന്യമാണ് രണ്ടാം തറൈൻ യുദ്ധം. അപ്പോൾ ആദ്യം ഒന്നാം തറൈൻ യുദ്ധം പറയുന്നുണ്ട്. അതായത് ഡൽഹിക്കും അജ്മീറിനും ഇടയ്ക്കുള്ള പ്രദേശത്തിൻ്റെ ഭരണാധികാരി പൃഥ്വിരാജ് ചൗഹാനായിരുന്നു. ആരായിരുന്നു? പൃഥ്വിരാജ് ചൗഹാനായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ മുഹമ്മദ് ഗോറിക്ക് നേരിടേണ്ടി വന്ന രജപുത്രന്മാരിൽ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ. അദ്ദേഹത്തിനോട് 1197 തറൈൻ, അതായത് ഒരു പ്രദേശമാണ് തറൈൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ തറൈൻ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് യുദ്ധം നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാം തറൈൻ യുദ്ധത്തോട് കൂടിയിട്ട് അദ്ദേഹം പഞ്ചാബിൽ ചൗഹാന്മാരുടെ അധികാരം പുനഃസ്ഥാപിച്ചു. അതായത് ഒന്നാം തറൈൻ യുദ്ധത്തിൽ മുഹമ്മദ് ഗോറിക്ക് ഈ രജപുത്ര രാജാക്കന്മാരെ തോൽപ്പിക്കുവാൻ, അതായത് ചൗഹാന്മാരെ തോൽപ്പിക്കുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇതോടുകൂടി പഞ്ചാബിനെ വീണ്ടും പിടിച്ചെടുക്കുവാൻ ആർക്ക് സാധിക്കുന്നുണ്ട്? ചൗഹാന് സാധിക്കുന്നുണ്ട്. ഇതിനെ തുടർന്നാണ് രണ്ടാം തറൈൻ യുദ്ധം വരുന്നത്. അതായത് ഒന്നാം തറൈൻ യുദ്ധത്തിൽ പരാജിതനായ മുഹമ്മദ് ഗോറി പെട്ടെന്ന് തന്നെ മറ്റൊരു യുദ്ധത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ട് പൃഥ്വിരാജ് ചൗഹാൻക്കെതിരെ 1192 1,20,000 പടയാളികളും അതുപോലെ തന്നെ 10,000 വില്ലാളികളോടും കൂടി മുഹമ്മദ് ഗോറി പൃഥ്വിരാജ് ചൗഹാനെതിരെ വലിയൊരു യുദ്ധത്തിന് വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ പൃഥ്വിരാജ് ചൗഹാൻ ചെയ്തൊരു കാര്യം, ഉത്തരേന്ത്യയിലെ മറ്റുള്ള രാജാക്കന്മാരുടെയൊക്കെ സഹായം അഭ്യർത്ഥിക്കുകയും അദ്ദേഹവും വലിയ ഒരു സൈന്യവുമായിട്ടാണ് വന്നിരുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് കനൗജിലെ ജയചന്ദ്രൻ എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹം സൈനിക സഹായം നൽകുന്നില്ല. എങ്കിലും മറ്റുള്ള ഉത്തരേന്ത്യൻ രാജ്യങ്ങളിലെ സൈനികവുമായിട്ട്, വലിയൊരു സൈന്യവുമായിട്ട് മുഹമ്മദ് ഗോറിയെ നേരിടുവാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ഇങ്ങനെ മുഹമ്മദ് ഗോറിയും വലിയ സൈന്യവുമായിട്ട് വരുന്നു. അതിനൊപ്പിച്ചുകൊണ്ട് പൃഥ്വിരാജ് ചൗഹാനും വലിയ ഒരു സൈന്യവുമായിട്ട് വരുന്നു. പക്ഷേ ഈ മുഹമ്മദ് ഗോറിയുടെ തുർക്കിപ്പട വളരെയധികം സുസംഘടിതമായതും നല്ല മികച്ച നേതൃത്വമുള്ള ഒരു സൈന്യവുമായിരുന്നു. അതുകൊണ്ട് തന്നെ തുർക്കികളുടെ മുമ്പിൽ ആര് പരാജയപ്പെടുകയാണ്? പൃഥ്വിരാജ് ചൗഹാൻ പരാജയപ്പെടുകയാണ്. അതായത് ഇവരുടെ സൈന്യത്തിന് 2-3 പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തത് തുർക്കിപ്പട സുസംഘടിതമായിരുന്നു, അതിൻ്റെ നേതൃത്വം മികച്ചതായിരുന്നു, മേന്മയേറിയ സംഘാടനമായിരുന്നു. അതുകൊണ്ട് തന്നെ തുർക്കികളുടെ കുതിരകൾക്കുണ്ടായിരുന്ന വേഗതയും അവരുടെ യുദ്ധവിജയത്തിന് കാരണമായിട്ടുണ്ട്. ഈ 1192 നടന്ന രണ്ടാം തറൈൻ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാനെ മുഹമ്മദ് ഗോറി തോൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു യുദ്ധത്തെയാണ് എന്ത് പറയുന്നത്? രണ്ടാം തറൈൻ യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാം തറൈൻ യുദ്ധത്തിൽ മുഹമ്മദ് ഗോറിക്ക് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ രണ്ടാം തറൈൻ യുദ്ധത്തിൽ വലിയൊരു സൈന്യവുമായി മുഹമ്മദ് ഗോറി
പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. ഇനി 106 പേജ് നോക്കൂട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിമൂറിൻ്റെ ആക്രമണം 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് തിമൂറിൻ്റെ ആക്രമണം. ഇവിടെ 15 ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഇമ്പാക്റ്റ് ഓഫ് തിമൂർസ് ഇൻവെൻഷൻ ഓൺ ഡൽഹി സുൽത്താനേറ്റ്? ഡൽഹി സുൽത്താനേറ്റിൻ്റെ നേരെയുള്ള തിമൂറിൻ്റെ ആക്രമണത്തിൻ്റെ പരിണിതഫലം എന്തായിരുന്നു? അതായത് 1398 തിമൂറിൻ്റെ ആക്രമണം സുൽത്താനേറ്റ് പതനത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ്. ഡൽഹി സുൽത്താന്മാരുടെ പരാജയത്തിലുള്ള ഒരു കാരണം എന്തായിരുന്നു? തിമൂറിൻ്റെ ആക്രമണമായിരുന്നു. അതായത് ഡൽഹിയും പരിസര പ്രദേശങ്ങളും തിമൂർ അക്ഷരാർത്ഥത്തിൽ തവിട് പൊടിയാക്കി. അതായത് അദ്ദേഹം ആദ്യം വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിൽ തിമൂർ ആക്രമണം നടത്തുകയാണ്. പക്ഷേ ഇത് ഡൽഹി സുൽത്താന്മാർ വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. ശേഷം അദ്ദേഹം ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങൾ, അതായത് ഉൾപ്രദേശങ്ങൾ, ഗ്രാമങ്ങളൊക്കെ പിടിച്ചടക്കിയതിന് ശേഷം പതിയെ എവിടേക്ക് പ്രവേശിച്ചു? ഡൽഹിയിലേക്ക് പ്രവേശിച്ചു. എന്നിട്ട് അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയുമാണ് ചെയ്തത്. ഈ സമയത്ത് 10,000-കണക്കിന് തദ്ദേശീയവാസികളെ അദ്ദേഹം കൊന്നൊടുക്കുകയും ഡൽഹിയുടെ നിയന്ത്രണം പൂർണ്ണമായിട്ടും തിമൂർ ഏറ്റെടുക്കുകയുമാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഡൽഹിയെ തകർത്ത് തരിപ്പണമാക്കിയ തിമൂർ 10,000-കണക്കിന് ദേശവാസികളെ കൊന്നൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊരു കഴിവില്ലാത്ത അല്ലെങ്കിൽ ചെറിയൊരു രാജാവിനെ പോലും വലിയ ഒരു എതിരാളിയായിട്ട് കാണണമെന്ന് തെളിയിക്കുന്ന ഒരു ആക്രമണമായിരുന്നു തിമൂറിൻ്റെ ആക്രമണം. കാരണം അദ്ദേഹം ഈ ഡൽഹി സുൽത്താന്മാരുടെ പ്രദേശമായിരുന്ന ഗ്രാമപ്രദേശങ്ങൾ, അതിർത്തിയിൽ നിന്നാണ് അവർ ആക്രമണം ആരംഭിച്ചത്. എന്നിട്ട് അവസാനം ഡൽഹിയെ തന്നെ പരിപൂർണമായിട്ട് കീഴടക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് തിമൂറിൻ്റെ ആക്രമണം എന്ന് പറയുന്നത്. ഇനി 106 പേജ് നോക്കൂട്ടോ. അതിൽ 17 ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ റവന്യൂ സിസ്റ്റം അണ്ടർ ഡൽഹി സുൽത്താനേറ്റ്. ഡൽഹി സുൽത്താനേറ്റിന് കീഴിലെ നികുതി സമ്പ്രദായത്തെക്കുറിച്ച് വിവരിക്കുക. ഡൽഹി സുൽത്താനേറ്റിന് കീഴിലെ നികുതി സമ്പ്രദായത്തെക്കുറിച്ച് വിവരിക്കുക. ഒന്നാമത്തത് ലാൻഡ് റവന്യൂ, ഭൂനികുതി. സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം ഏതായിരുന്നു? ഭൂനികുതി ആയിരുന്നു. അത് കാലാകാലങ്ങളിൽ മുമ്പും അങ്ങനെയായിരുന്നു, ഇപ്പോഴൊക്കെ തന്നെയാണ്, നികുതിയാണ്. ഒന്നാമത്തത് ഭൂനികുതിയായിരുന്നു. ഡൽഹി സുൽത്താൻമാർ ഭൂമിയെ 4 തരംതിരിച്ചിരുന്നു. അതിലൊന്നാമത്തത് ഗാലിസ ഭൂമി. 1 ഗാലിസ ഭൂമി, 2 ഇക്ത ഭൂമി, 3 ഹൈന്ദവ സാമന്തരുടെ ഭൂമി, 4 ഇനാം ഭൂമി. ഇങ്ങനെ 4 തരംതിരിച്ചിരുന്നു. അപ്പോൾ ഇതിലൊന്നാമത്തത് ഗാലിസ ഭൂമി, അതായത് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയെയാണ് ഗാലിസ ഭൂമി എന്ന് പറയുന്നത്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള ഭരണമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സർക്കാർ നേരിട്ട് ഭരിക്കുന്ന അല്ലെങ്കിൽ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ് ഗാലിസ ഭൂമി. ഇത് ഉൽപ്പന്നത്തിൻ്റെ 1/3 ആയിരുന്നു നികുതി. വരുമാനത്തിൻ്റെ 1/3 ഭാഗം നികുതിയായിട്ട് നൽകണം. 2 ഭാഗം ആർക്കെടുക്കാം? കൃഷി ചെയ്ത കൃഷിക്കാരനക്ക് എടുക്കാം. 1 ഭാഗം ആർക്ക് കൊടുക്കണം? സർക്കാരിലേക്ക് അല്ലെങ്കിൽ സുൽത്താനേറ്റിലേക്ക് നൽകണം. ഇനി രണ്ടാമത്തെ ഭൂമിയാണ് ഇക്ത ഭൂമി. പട്ടാളക്കാർക്ക് ശമ്പളത്തിന് പകരം നൽകിയ ഭൂമിയാണ് ഇക്ത ഭൂമി എന്ന് പറയുന്നത്. അതായത് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ സാമ്പത്തിക വരുമാനം കുറവായതുകൊണ്ട് പട്ടാളക്കാർക്ക്, സൈനികർക്ക് ശമ്പളത്തിന് പകരം ഭൂമി നൽകിയിരുന്നു. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ അതിൽ കൃഷി ഇറക്കാം, അല്ലെങ്കിൽ ആ ഭൂമി മറ്റുള്ള കർഷകർക്ക് പാട്ടത്തിന് നൽകാം. അപ്പോൾ അതിൽ നിന്നുള്ള വരുമാനം അവർക്ക് എടുക്കാമായിരുന്നു. അപ്പോൾ ഇങ്ങനെ അതിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ ചെറിയൊരു ഭാഗം ഖജനാവിലേക്ക് അടക്കണം. ഇക്ത ഭൂമിയുടെ വരുമാനത്തിൻ്റെ നികുതിയുടെ 1 ഭാഗം ഖജനാവിലേക്ക് അടക്കണം. ഇനി മൂന്നാമത്തത് ഹൈന്ദവ സാമന്തരുടെ ഭൂമി. ഹിന്ദു മുഖ്യന്മാരുടെ കൈവശമുള്ള ഭൂമിയാണ് ഹൈന്ദവ സാമന്തരുടെ ഭൂമി.
അതായത് ഹിന്ദു മുഖ്യന്മാർ ഒരു നിശ്ചിത തുക നികുതിയായി നൽകണം. ഒരു നിശ്ചയിക്കുന്ന ഒരു തുക ഹൈന്ദവ സാമന്തർ ഭൂമിയുടെ ടാക്സായിട്ട് നൽകേണ്ടതുണ്ട്. ഇനി നാലാമത്തതാണ് ഇനാം ഭൂമി. നാലാമത്തത് ഇനാം ഭൂമി. അതായത് മുസ്ലിം പണ്ഡിതന്മാർക്കും സന്യാസിമാർക്കും പാരിതോഷികമായി നൽകിയ ഭൂമിയാണ് ഇനാം ഭൂമി. ഇതിനെന്തുണ്ടായിരുന്നില്ല? ടാക്സ് ഉണ്ടായിരുന്നില്ല. അവർക്ക് വെറുതെ സൗജന്യമായിട്ട് നൽകുന്ന ഭൂമിയാണ് ഇനാം ഭൂമി എന്നുള്ളത്. ഇനി വിവിധ തരം നികുതികളാണ് ഇനി പറയുന്നത്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത് ഭൂനികുതികളാണ്. ഭൂമിയെക്കുറിച്ച് പറഞ്ഞു, അതിൻ്റെ നികുതികളെക്കുറിച്ച് പറഞ്ഞു. ഇനി കുറച്ചുകൂടെ നികുതികളെക്കുറിച്ച് പറയുന്നതാണ്. ഒന്നാമത്തത് 107 പേജ് നോക്കൂട്ടോ. 107. ഒന്നാമത്തത് ഉസ്ഹാർ. ഇത് ഒരു ഭൂനികുതിയായിരുന്നു. അതായത് മുസ്ലിം കർഷകരുടെ കയ്യിൽ നിന്നാണ് ഇത് ഈടാക്കിയിരുന്നത്. മുസ്ലിം കർഷകരുടെ കയ്യിൽ നിന്ന് ഈടാക്കിയ നികുതിയാണ് ഉസ്ഹാർ എന്ന് പറയുന്നത്. ഉൽപ്പന്നത്തിൻ്റെ 1/10% ആയിരുന്നു. ഉൽപ്പന്നത്തിൻ്റെ 1/10% നികുതി ഈടാക്കിയിരുന്നത്. മുസ്ലിം കർഷകരിൽ നിന്ന് ഈടാക്കിയതാണ് കേട്ടോ. ഇനി രണ്ടാമത്തത് നോൺ മുസ്ലിങ്ങൾ അല്ലാത്ത കർഷകരിൽ നിന്ന് ഈടാക്കിയതായിരുന്നു ഗറാജ്. എന്താ പറയുക? ഗറാജ് കേട്ടോ. ഗറാജ് എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ലാത്ത കർഷകരിൽ നിന്ന് ഈടാക്കിയ നികുതിയാണ്, ഭൂനികുതിയാണ് ഗറാജ്. അത് 1/3 ആയിരുന്നു. ഉൽപ്പാദനത്തിൻ്റെ 1/3 നികുതിയായിട്ട് നൽകേണ്ടത്. ഇനി മൂന്നാമത്തതാണ് ഗംസ്. ഇത് യുദ്ധത്തിൽ കീഴടക്കിയ രാജ്യത്ത് നിന്ന് ഈടാക്കിയിരുന്ന നികുതിയാണ് ഗംസ്. ഗംസ് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ കീഴടങ്ങിയ രാജ്യത്ത് നിന്ന് ഈടാക്കിയിരുന്ന നികുതിയാണ് ഗംസ്. ഇതെത്രയായിരുന്നു? 1/5 ആയിരുന്നു. 1/5 നികുതി. ഇനി നാലാമത്തത് സക്കാത്ത്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ മതപരമായ നികുതിയാണ് സക്കാത്ത്. ഇത് സമ്പന്നരായ മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് ആണ് ഈടാക്കിയിരുന്നത്. പാവപ്പെട്ടവരല്ല, സമ്പന്നരായ മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്നാണ് ഇത് ഈടാക്കിയിരുന്നത്. ഇത് അവരുടെ സമ്പത്തിൻ്റെ 2.5% ഈടാക്കിയിരുന്നത്. 2.5%. അപ്പോൾ ഈ 2.5% എന്ത് ചെയ്യണം? പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് നൽകണം. ഇങ്ങനെ ഈടാക്കിയിരുന്ന ഒരു ടാക്സ് ആയിരുന്നു സക്കാത്ത് എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തത് ജിസിയ. ഇത് മതപരമായ നികുതിയായിരുന്നു. ജിസിയ എന്തായിരുന്നു? മതപരമായ നികുതിയായിരുന്നു. അതായത് മുസ്ലിങ്ങൾ അല്ലാത്ത ആളുകളാണ് ഈ നികുതി അടക്കേണ്ടിയിരുന്നത്. ജിസിയ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ അല്ലാത്ത ആളുകൾ അടക്കേണ്ട നികുതിയായിരുന്നു ജിസിയ എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ നികുതികൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ ഇക്താ ഭൂമി എന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ഇക്താ ഭൂമി അല്ലെങ്കിൽ ഇക്താ സമ്പ്രദായത്തെക്കുറിച്ച് ചെറിയൊരു വിവരണം നൽകുകയാണ്. അതായത് ഡൽഹി സുൽത്താൻമാരുടെ കാലഘട്ടങ്ങളിൽ നടപ്പിലാക്കിയ ഒരു സാമ്പത്തിക സംവിധാനമായിരുന്നു ഇക്താ സമ്പ്രദായം എന്ന് പറയുന്നത്. അതായത് ഈ ഇക്താ സമ്പ്രദായം കൊണ്ടുവരുന്നത് ആരാണ്? ഇൽത്തുമിഷാണ് ഇക്താ സമ്പ്രദായം കൊണ്ടുവരുന്നത്. ഇവിടെ സൈനികർക്ക് ശമ്പളത്തിന് പകരം ഇക്ത എന്ന പേരിൽ ഭൂമി പതിച്ചു നൽകിയിരുന്നു. ഇതിനെയാണ് ഇക്താ സമ്പ്രദായം എന്ന് പറയുന്നത്. ഇക്താ ഭൂമി എന്ന് പറഞ്ഞാൽ സൈനികർക്ക് ശമ്പളത്തിനു പകരം പതിച്ചു നൽകിയ ഭൂമിയെയാണെന്ന് പറയുന്നത് ഇക്താ സമ്പ്രദായം എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഭൂമി ലഭിച്ച ആളെ നമ്മളെന്താ വിളിക്കുക? ഇക്തദാർ എന്നാണ് വിളിക്കുക. ഇക്താ ഭൂമി ലഭിച്ചയാളെ ഇക്തദാർ എന്നാണ് വിളിച്ചിരുന്നത്. ഈ ഒരു സംവിധാനം എല്ലാ സുൽത്താൻമാരും ഇത് സ്വീകരിച്ചിരുന്നില്ല. അതായത് ഗൽജി വംശത്തിൽപ്പെട്ട ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖൽജി ഈ ഒരു സമ്പ്രദായത്തിനെ എതിർത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ഇത് നിർത്തലാക്കുകയും ചെയ്തിരുന്നു. ഇത് കൊണ്ടുവന്നതാരാണ്? ഇൽത്തുമിഷാണ് ഈ സമ്പ്രദായം കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഇക്താ സമ്പ്രദായത്തിന് 3 സ്റ്റേജുകൾ ഉണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് സ്റ്റേജ് 1206 മുതൽ 1290 വരെയുള്ള കാലഘട്ടത്തിൽ ഇത് നികുതി പിരിക്കുവാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റേജ് തുടങ്ങിയത്. ഈ കാലഘട്ടങ്ങളിൽ ഇക്താ ഭൂമി മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യുവാൻ പാടില്ലായിരുന്നു.
അപ്പോൾ ഒന്നാമത്തെ കാലഘട്ടങ്ങൾ 90 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇക്ത ഭൂമി കൈമാറ്റം ചെയ്യുവാൻ സാധിക്കില്ലായിരുന്നു. ഇനി രണ്ടാമത്തെ കാലഘട്ടം വരുന്നത് 1920 മുതൽ 1351 വരെയുള്ള കാലഘട്ടങ്ങളിൽ. ഈ കാലഘട്ടങ്ങളിൽ ഇക്ത ഭൂമി കൈമാറ്റം ചെയ്യുവാൻ സാധിച്ചിരുന്നു. അതായത് ഈ സമയത്താണ് ഓരോ ഇക്തദാറിൽ നിന്നും എത്ര നികുതിയാണ് ലഭിക്കേണ്ടത് എന്ന് തീരുമാനിച്ചിരുന്നത്. ഈ ഇക്ത ഭൂമിക്ക് എത്ര ടാക്സ് കൊടുക്കണമെന്ന് തീരുമാനിച്ചിരുന്നു. ഈ ഭൂമി കൈമാറ്റം ചെയ്യുവാനും സാധിച്ചിരുന്നു. ഇനി മൂന്നാമത്തെ ഘട്ടത്തിലാണ് 1351 മുതൽ 1526 വരെയുള്ള കാലഘട്ടം. ഈ ഒരു കാലഘട്ടങ്ങളിലാണ് ഇക്ത ഭൂമി പരമ്പരാഗതമായി തീർന്നത്. പരമ്പരാഗതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിതാവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ മക്കൾക്ക് അങ്ങനെ തുടർച്ചയായി കിട്ടുന്ന ഒരു സംവിധാനത്തിലേക്ക് പരമ്പരാഗതമായി ലഭിക്കുന്ന രീതിയിലേക്ക് മാറിയത്. ഇങ്ങനെ ഇക്ത ഭൂമിക്ക് 3 ഘട്ടമാണ് ഉണ്ടായിരുന്നത്. ഈ തുഗ്ലക്ക് രാജവംശത്തിലെ ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ കാലഘട്ടങ്ങളിലാണ് ഇക്ത ഭൂമി പരമ്പരാഗതമായി തീരുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇക്ത സമ്പ്രദായത്തെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡൽഹി സുൽത്താനേറ്റുമായി ബന്ധപ്പെട്ട അവരുടെ ഭരണവും ഭരണത്തിൻ്റെ പ്രത്യേകതകളും ഭരണ പരാജയത്തിനുള്ള കാരണങ്ങളൊക്കെ ഉൾപ്പെടുന്നത് 9ാമത്തെ ചാപ്റ്ററിൽ. ഇതിൽ പ്രധാനപ്പെട്ട രാജാക്കന്മാരുടെ അല്ലെങ്കിൽ സുൽത്താൻമാരെ കുറിച്ചിട്ട് എന്ത് ചെയ്യും, എക്സാമിന് ചോദിക്കാറുണ്ട്. ആ കാര്യങ്ങളൊക്കെ പഠിക്കുക, പിന്നെ നോട്ട്സ് എഴുതിയെടുക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ.